അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 10ാമത്തെ പാഠം അദ്ദർസുൽ ആശിർ ഇർഹമൂ. ആരുടേതാണ് ഈ ഒട്ടകം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബ്ദമുയർത്തി ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ ചെന്നതായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കരയാൻ തുടങ്ങി. അവിടുന്ന് ആ സാധു മൃഗത്തിന്റെ സമീപത്തെത്തി. അതിന്റെ പുറത്ത് തലോടി, ചെവിക്കു പിന്നിലായി തടവി. ഒട്ടകം കരച്ചിൽ നിർത്തി. അതിന് എന്തോ പറയാനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവി അതിന്റെ ചുണ്ടോടടുപ്പിച്ചു. അതിന്റെ പരാതി കേട്ടു. ഉടമയെ അന്വേഷിച്ചു. അയാൾ ഓടി വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞു. നിങ്ങൾ അതിനെ പട്ടിണിക്കിടുന്നു, അമിതമായി ജോലി ചെയ്യിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ ഗൗരവം കണ്ട അദ്ദേഹം തല താഴ്ത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു, ഈ ഒട്ടകത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹുവാണ്. അതിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹു തആലയെ ഭയപ്പെടണം. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹു തആല കരുണ ചെയ്യുകയുള്ളൂ. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, എങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. വൃദ്ധരോടും കുട്ടികളോടും കരുണ വേണം. മൃഗങ്ങളോടും പക്ഷികളോടും ദയ കാണിക്കണം. എല്ലാവരോടും കാരുണ്യം വേണം. ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ഇനി അതിന്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ആശിർ ഇർഹമൂ. ആദ്യം തന്നെ നമുക്ക് കാണാം നഖ്റഉ വനൻസഖ്, വായിക്കുക, എഴുതുക. ഒട്ടകം, തലോടി, സംസാരം, അന്വേഷിച്ചു, സമീപത്തെ, ഉപദേശിച്ചു, കാരുണ്യത്തിന്റെ മതം, വൃദ്ധൻ. ഇനി നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കുക. ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ ചെന്നതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കരയാൻ തുടങ്ങി. അവിടുന്ന് ആ സാധു മൃഗത്തിന്റെ സമീപത്തെത്തി. അതിന്റെ പുറത്ത് തലോടി, ചെവിക്ക് പിന്നിലായി തടവി. ഒട്ടകം കരച്ചിൽ നിർത്തി. അതിന് എന്തോ പറയാനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവി അതിന്റെ ചുണ്ടോടടുപ്പിച്ചു. അതിന്റെ പരാതി കേട്ടു. ഉടമയെ അന്വേഷിച്ചു. പറഞ്ഞതാണിത്. ഇനി അവിടെ മൂന്നാമത്തെ കാണാം, നുൻഷിഉ ഖംസ ജുമൈലിൻ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ 5 ജുംലകൾ ഉണ്ടാക്കുക. കരുണ വേണം, വൃദ്ധരോട് കരുണ വേണം, ദയ കാണിക്കണം, മൃഗങ്ങളോട് ദയ കാണിക്കണം, പക്ഷികളോട് ദയ കാണിക്കണം, എല്ലാവരോടും കാരുണ്യം വേണം, കുട്ടികളോട് കരുണ വേണം, ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യണം. ഇനി നംലഉൽ ഫറാ, കുട്ടുപാമ്പ് പൂരിപ്പിക്കുക. ഭൂമിയിലുള്ളവരോട് ഡാഷ് ചെയ്യുക, കരുണ. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഡാഷ് കരുണ ചെയ്യുകയുള്ളൂ, അള്ളാഹു. മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഡാഷിനെ ഭയപ്പെടണം, അള്ളാഹുവിനെ. മൃഗങ്ങളോടും പക്ഷികളോടും ഡാഷ് കാണിക്കണം, ദയ കാണിക്കണം. ഇനി 5ാമത്തെ വാക്ക് നുൻഷിഉൽ കലിമാത്ത്, വാക്കുകൾ ഉണ്ടാക്കുക. വെച്ചിട്ട് മൃഗങ്ങൾ, ന്യ കാരുണ്യം, ന്യേ അന്വേഷിക്കുക, കീഴ്പ്പെടുത്തുക, ഭയം. ഇനി 5ാമത്തെ വർക്ക് നക്തുബുൽ മായന, അർത്ഥം എഴുതുക. ഇർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാർ കൃത്യമായി എഴുതി അത് കൃത്യമായി വായിച്ചു പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.